കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. ആഡംബര ബൈക്ക് മോഷ്ടിച്ച കേസിൽ 3 യുവാക്കളെ അറസ്റ്റ് ചെയ്ത കൂത്താട്ടുകുളം പോലീസ്. ആറൂരിലെ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരന്റെ ബൈക്ക് മോഷണം നടത്തി ഒളിവിൽ കഴിഞ്ഞ പ്രതികളെ പിടികൂടിയത് CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ. ലക്ഷങ്ങൾ വിലമതിക്കുന്ന ആഡംബര ബൈക്ക് മോഷ്ടിച്ച കേസിൽ 3 യുവാക്കളെ കൂത്താട്ടുകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. പൊന്നാനി പണിക്കെ വീട്ടിൽ PB മുഹമ്മദ് ഷഹൽ, പാലക്കാട് ഊരിപ്പറമ്പിൽ ജിബിൻ ബെൻഷാദ്, പട്ടാമ്പി തട്ടാരത്തൊട്ടിയിൽ TK ആഷിഫ് എന്നിവരാണ് പിടിയിലായത്. കഴിഞ്ഞ ജൂലൈ 10 രാത്രി വടക്കൻ പാലക്കുഴ ഭാഗത്ത് ആനന്ദഭവൻ ഹോട്ടലിന് മുകളിൽ വാടകയ്ക്ക് താമസിക്കുന്ന ആറൂർ ഭാരത് ബെൻസ് സ്ഥാപനത്തിലെ ജീവനക്കാരന്റെ ബൈക്കാണ് പ്രതികൾ കവർന്നത്. ഹോട്ടലിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനം കാണാതായതിനെ തുടർന്ന് ഉടമ കൂത്താട്ടുകുളം പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പരാതി ലഭിച്ചതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. സംഭവ സ്ഥലത്തെയും പരിസരങ്ങളിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ ശാസ്ത്രീയ പരിശോധനയാണ് പ്രതികളെ തിരിച്ചറിയാൻ പോലീസിനെ സഹായിച്ചത്. കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മൂലവട്ടം ഭാഗത്ത് നമ്പർ പ്ലേറ്റ് അഴിച്ചുമാറ്റിയ നിലയിൽ ഒരു ആഡംബര ബൈക്ക് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയിരുന്നു. ഇത് കൂത്താട്ടുകുളത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട വാഹനമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 1-ാം പ്രതിയായ മുഹമ്മദ് ഷഹലിനെ പോലീസ് ആദ്യം പിടികൂടുന്നത്. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് കൂട്ടുപ്രതികളായ ജിബിൻ ബെൻഷാദ്, ആഷിഫ് എന്നിവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചതും ഇവരെ കസ്റ്റഡിയിലെടുത്തതും. അറസ്റ്റിലായവരിൽ 2-ാം പ്രതിയായ ജിബിൻ ബെൻഷാദ് സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ് പറഞ്ഞു. ഇയാൾക്കെതിരെ തൃത്താല, ഇൻഫോ പാർക്ക്, വളാഞ്ചേരി, ഷൊർണൂർ, പെരുമ്പാവൂർ, കാടാമ്പുഴ തുടങ്ങിയ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി 9ഓളം കേസുകൾ നിലവിലുണ്ട്. 3-ാം പ്രതിയായ ആഷിഫിനെതിരെ തൃത്താല പോലീസ് സ്റ്റേഷനിലും കേസുകളുണ്ട്. കസ്റ്റഡിയിലെടുത്ത പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് കൂത്താട്ടുകുളം പോലീസ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.